അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഗൂഗിൾ ക്യാമ്പയിൻസിലെ ബിഡിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ബിഡിംഗ് സ്ട്രാറ്റജീസിൽ ഒരു സ്പെസിഫിക് ആയ ബിഡിംഗ് സ്ട്രാറ്റജി എടുത്തിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്, മാക്സിമൈസ് ക്ലിക്ക്. അപ്പൊ മാക്സിമൈസ് ക്ലിക്ക് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ബിഡിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പൊ ഏത് സന്ദർഭത്തിലാണ് നമ്മൾ മാക്സിമൈസ് ക്ലിക്ക് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ടോപ്പിക് എടുക്കാനുള്ള കാരണം പലപ്പോഴും നമ്മൾ പല ബിസിനസ്സുകളും മാക്സിമൈസ് ക്ലിക്ക് യൂസ് ചെയ്യുന്നത് ഞാൻ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുമ്പോൾ കാണാറുണ്ട്. അത് പലതും റോങ് ടൈമിലാണ് അവർ, റോങ് ക്യാമ്പയിൻസിലാണ് ഈ ബിഡിംഗ് സ്ട്രാറ്റജി അവർ യൂസ് ചെയ്യാറ്. അപ്പം ഇതിനെ കുറിച്ചാണ് അതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. ബേസിക്കലി നമുക്ക് നോക്കാം നമ്മുടെ ഡെഫിനിഷൻ, ഗൂഗിൾ പറയുന്ന ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ മാക്സിമൈസ് ക്ലിക്ക് എന്ന് പറയുന്ന ബിഡിംഗ് സ്ട്രാറ്റജി ഗൂഗിൾ പറയുന്നത് ഇത് ഗൂഗിളിന്റെ ഒഫീഷ്യൽ ഡെഫിനിഷൻ ആണ്. ദിസ് ഈസ് ആൻ ഓട്ടോമാറ്റഡ് ബിഡിംഗ് സ്ട്രാറ്റജി. ഓട്ടോമാറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് കീവേഡിനൊന്നും സെപ്പറേറ്റ് ബിഡിംഗ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഗൂഗിൾ അത് ഫിക്സ് ചെയ്തോളും. അപ്പൊ ആ ഒരു ചോയ്സ് നമ്മൾ ഗൂഗിളിന് കൊടുക്കണം. ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് വേ ടു ബിഡ് ഫോർ ക്ലിക്സ്, ഓൾ യു ഹാവ് ടു ഡു ഇസ് എൻ ആഡ്. അപ്പം ഇത് ബേസിക്കലി ഇതിൽ അവർ പറയുന്നതിൽ ഡെഫിനേഷനിൽ ഒരുപാടൊന്നുമില്ല. പിന്നെ താഴത്ത് നമുക്ക് മാക്സിമൈസ് ക്ലിക്ക് എന്ന് പറയുന്ന അതിനെക്കുറിച്ച് കൂടുതലുണ്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, യു ഡോണ്ട് വാണ്ട് ടു സ്പെൻഡ് ടൈം മോണിറ്ററിങ്, നമ്മുടെ ടൈം സേവ് ചെയ്യാം. അപ്പം ഇതിന്റെ ഗൂഗിളിന്റെ ഡെഫിനിഷനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്തതിന്റെ ബേസിൽ നമുക്ക് ഈ അൽഗോരിത്തിന്റെ ക്യാരക്ടർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ബേസിക്കലി ഇത് മാക്സിമൈസ് ക്ലിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ക്യാമ്പയിനിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ലോവസ്റ്റ് CPC വെച്ചിട്ടാണ്. അപ്പൊ ലോവസ്റ്റ് ബിഡ് വെച്ചിട്ടാണ് നമ്മൾ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാം. 10 പൈസ, 50 പൈസ, ഇതൊക്കെ ആയിരിക്കും ഒരു ക്ലിക്കിന് നമ്മൾ ആ സമയത്ത് പേ ചെയ്യാം. അപ്പം സ്വാഭാവികമാണ് നമുക്ക് ആ ഒരു 50 പൈസയും 10 പൈസയുടെ ക്ലിക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് അവയർനെസ് സ്റ്റേജിലുള്ള ഒരു ക്ലയന്റ് ആയിരിക്കും നമുക്ക്, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആയിരിക്കും നമ്മുടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക. അതാണ് അതിന്റെ ഒരു സംഭവം. അപ്പം നമ്മൾ മിനിമം പേയ്മെന്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഓഡിയൻസിന്റെ പർച്ചേസ് ഇന്റന്റ് എന്നാണ് പറയാം, അല്ലെങ്കിൽ സെർച്ച് ഇന്റന്റ്, അത് വളരെ ലോ ആയിരിക്കും. അത് അവയർനെസ് സ്റ്റേജിലുള്ള ആളുകളായിരിക്കും. അപ്പൊ നിങ്ങളിപ്പോ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളൊരു ബിടെക് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്ന് കരുതുക. അപ്പൊ ബിടെക് പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമറാണ്. പൊട്ടൻഷ്യൽ ആയിട്ട് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കാൻ സാധ്യതയുള്ള ഒരാളാണ്. അപ്പൊ നിങ്ങളൊരു സ്റ്റാർട്ടിങ് റിസർച്ച് തിങ്ക് ചെയ്യാൻ തുടങ്ങണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്കോപ്പ് എന്താണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്കോപ്പ് എന്താണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ജോലി വേക്കൻസികൾ ഉണ്ടോ, ഈ കാര്യങ്ങളാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത്. അപ്പൊ ഇതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷന് പോയാൽ അത് ബെനിഫിറ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ AI കോഴ്സ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ പല സാധ്യതകളും നിങ്ങൾ അടിച്ചുകൊണ്ടിരിക്കണം. ഓരോന്നിന്റെയും അവയർനെസ് സ്റ്റേജിലാണ് നിങ്ങളുള്ളത്. അപ്പൊ ആ സമയത്തായിരിക്കും നിങ്ങൾ ആഡ് കാണിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ വളരെ ചീപ്പ് റേറ്റിൽ ക്ലിക്കിൽ കിട്ടണമെങ്കിൽ അവയർനെസ് സ്റ്റേജിലുള്ള ആളുകൾക്കായിരിക്കും ബേസിക്കലി ആഡ് സെർവ് ചെയ്യാം. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, അതും നമ്മളെ പ്രൈം പൊസിഷനിൽ ആയിക്കോളണമെന്നില്ല. പ്രൈം പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനിത് ഒരു ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞൊരു ഇത് ഞാൻ സെർച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു ഡൗണിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരുപാട് ആഡുകളുണ്ട്. ഇവിടേക്കായിരിക്കും നിങ്ങൾ ആഡ് കാണിക്കുക, പ്രൈം പൊസിഷനിൽ കിട്ടില്ല. അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു ബിഡിംഗ് സ്ട്രാറ്റജി അത്രയും ലോ ക്ലിക്ക് ആവുന്ന സമയത്ത് ഈ ബിടെക് എന്ന് പറയുന്ന മൊത്തം ഒരു ഓഡിയൻസ് നമ്മുടെ മുന്നിലുണ്ട്, അവയർനെസ് സ്റ്റേജ്. അപ്പോൾ ഒരു ഫണൽ സ്റ്റേജിൽ, അവയർനെസ് സ്റ്റേജിലായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാവുക. കാരണം ആ സ്റ്റേജിൽ എല്ലാവരും നമ്മുടെ ഒരു സാധ്യത നമ്മൾ അതിന് വേണോ വേണ്ടേ എന്നുള്ളൊരു ആലോചിക്കുന്നതാണ്. അതിൽ ഒരുപാട് ആളുകൾ AIക്ക് പോകും, ഒരുപാട് ആളുകൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് പോകും, പല ഇതിലേക്ക് പോകും. അപ്പൊ ആ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കും. അവര് വളരെ എന്താ പറയുക, കോൾഡ് ആയിരിക്കും. അവർ ഒരിക്കലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകളല്ല, റിസർച്ച് ഫേസിലാണ്. അപ്പം അങ്ങനെയാണ് ബേസിക്കലി അൽഗോരിതം ലോ ക്ലിക്ക് വാങ്ങുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് അവയർനെസ് സ്റ്റേജിലുള്ള ആളുകൾക്ക് സെർവ് ചെയ്യുക, അത് രണ്ടാമത്തത് പ്ലേസ്മെന്റ് വളരെ ലോ പ്ലേസ്മെന്റിലാണ് നമ്മൾ ആഡ് കാണിക്കുക. ഇത് രണ്ടുമാണ് ബേസിക്കലി മാക്സിമൈസ് ക്ലിക്കിൽ സംഭവിക്കുന്നത്. ഇനി ഇതിന്റെ അൽഗോരിതം ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മളത് ഏറ്റവും മിനിമം CPC പോസിബിൾ ആവുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഇത് ആരംഭിക്കുക. അപ്പം ഒരു അവയർനെസ് സ്റ്റേജിൽ തന്നെ ഏറ്റവും അവയറായിട്ട് ഏറ്റവും ലോ നിൽക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ഓഡിയൻസിന് നമ്മൾ ആഡ് കാണിക്കും. പിന്നീട് അത് എന്ത് ചെയ്യും, അതും ഏറ്റവും ലോ പ്ലേസ്മെന്റിലാണ് അവരെ കാണിക്കുക. അപ്പൊ നമുക്ക് ചിലപ്പം അത്രയും അൽഗോരിതത്തിന് അത്രയും ക്ലിക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ അൽഗോരിതം കുറച്ചും കൂടി പ്ലേസ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യും, കുറച്ചും കൂടി CPC നമ്മളെ ബിഡ് എമൗണ്ട് കുറച്ചും കൂടി കൂട്ടും. അപ്പൊ ബിഡ് എമൗണ്ട് കൂട്ടുന്ന സമയത്ത് കുറേയും കൂടി ഓഡിയൻസ് വരും.
അങ്ങനെ ഇത് ഓരോ ദിവസം ഓരോ മണിക്കൂറിലും നമ്മുടെ ബിഡ് എമൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലിക്ക്, അതാണ് മാക്സിമൈസ് ക്ലിക്ക് എന്നുള്ള ഡെഫിനിഷൻ, അത് കിട്ടുന്ന രീതിയിലുള്ള മാക്സിമൈസ് ക്ലിക്ക് കിട്ടുന്നത് ഒരു ഒപ്റ്റിമൽ നമ്പറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളൊരു 2 വീക്ക് കഴിഞ്ഞാൽ അടുത്ത 2 വീക്ക്, 2 വീക്ക്, ഒരു മാസം കഴിഞ്ഞാൽ ഫസ്റ്റ് 2 വീക്സ് നിങ്ങൾ കമ്പയർ ചെയ്യുക നമ്പർ ഓഫ് ക്ലിക്സ് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. ഇതൊരു 2-3 മാസം നിങ്ങൾ നോക്കുമ്പോൾ പിന്നീട് അതാണ്ട് ഒരു കൺസിസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റ് ഫിഗറിലേക്ക് അത് മാറും. ഒരുപാട് ഏറ്റക്കുറച്ചില്ലാത്ത രീതിയിൽ ആ ക്ലിക്കുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് കേട്ട ഏറ്റവും ചീപ്പ് റേറ്റിലുള്ള ക്ലിക്കുകളാണ് നമുക്ക് അവിടെ കിട്ടുക. അപ്പൊ നമ്മൾ ഇനി ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു ബിഡിങ് സ്ട്രാറ്റജി നമ്മൾ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺവേർഷൻ ലീഡ്സ് കിട്ടില്ല. കാരണം ലീഡ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പ്രൈം സ്പോട്ടിൽ കിട്ടണം. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെയാണ് ഏറ്റവും ബോട്ടം ഓഫ് ദ ഫണലിലെ ആളുകൾ ഇതിലാണ് ക്ലിക്ക് ചെയ്ത് ഫില്ല് ചെയ്യുക. റിസർച്ച് ഫേസിലുള്ള ആളുകൾ മാത്രമാണ് താഴോട്ടേക്കൊക്കെ പോയിട്ട് ഫില്ല് ചെയ്യുള്ളൂ. പിന്നെ ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ പർച്ചേസ് ഇന്റന്റുള്ള കീവേഡ് നിങ്ങൾ ബിഡ് ചെയ്യാൻ തയ്യാറായിരിക്കണം. CPC കൂടുതലായിരിക്കും. അപ്പം CPC എന്ന് പറയുന്നത് ഗൂഗിളാണ് CPC ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഗൂഗിൾ ഒരു എമൗണ്ട്, ഒരു കീവേഡിനൊരു CPC ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പർച്ചേസ് ഇന്റന്റ്, സെർച്ച് ഇന്റന്റിനനുസരിച്ചായിരിക്കും. കൺവേർഷൻ സ്റ്റേജിലുള്ള ഒരാളാണ് എങ്കിൽ, അതും ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ CPC വളരെ ഗൂഗിൾ ഫിക്സ് ചെയ്യുന്ന CPC വളരെ കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ ബിഡ് എമൗണ്ട് കൂടണം. അത്രയും വലിയ രീതിയിൽ ബിഡ് ചെയ്താൽ മാത്രമാണ് അത്രയും ഇതിന് നിങ്ങൾക്ക് പ്രൈം സ്പോട്ടിൽ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ മാക്സിമൈസ് ക്ലിക്ക് കിട്ടുമ്പോൾ നമുക്ക് പ്രൈം സ്പോട്ട് കിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അവയർനെസ് സ്റ്റേജിൽ ആളുകളായിരിക്കും കിട്ടുക. ഇനി ഇത് ഏതൊക്കെ സാഹചര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാം, നമ്മുടെ ബിസിനസ് സാഹചര്യങ്ങളിലാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ കൂടുതലായിട്ട് പറയാൻ പോകുന്നത്. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഓൾറെഡി ക്യാമ്പയിൻ ഒക്കെ റൺ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വളരെ പരിചയമുള്ള ഒരാളാണ്. ഒരു പെർട്ടിക്കുലർ കീവേഡ് നിങ്ങൾക്കറിയാം, ഇത് വളരെ എന്താ പറയുക ബോട്ടം ഓഫ് ദ ഫണലിലുള്ള കീവേഡാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ആ കീവേഡ് വെച്ചാൽ ആ കീവേഡ് യൂസ് ചെയ്ത് ഒരുപാട് കൺവേർഷൻ കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനത്തെ ഒരു സെനാരിയോ. ഇനി അതിന് തന്നെ ആ കീവേഡ് മേ ബി അതൊരു ലോങ് ടൈൽ കീവേഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് കോമ്പറ്റീഷൻ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഒരുപാട് ആളുകളൊന്നും കോമ്പീറ്റ് ചെയ്യാത്തൊരു കീവേഡ്. അപ്പൊ നിങ്ങൾക്ക് അത് ഗൂഗിൾ ആഡ്സിന് ഒരു ഓപ്ഷൻ ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കീവേഡിൽ എത്ര ആളുകൾ ബിഡ് ചെയ്യുന്നുണ്ട്, എത്ര കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ ഒരു 2-3 ആളുകൾ മാത്രമാണ് അതിനുണ്ടാവുക. അങ്ങനെ ആണെങ്കിൽ ഒരു സാഹചര്യമാണ് പറയുന്നത്, ഒരു കീവേഡ് ഹൈ പർച്ചേസ് ഇന്റന്റ് ഉള്ള ഒരു കീവേഡ്, അതിന് ലോ കോമ്പറ്റീഷൻ ഉണ്ട്, എന്നാലോ അതിന് ഹൈ സെർച്ച് വോളിയം ഉണ്ട്, നല്ല സെർച്ച് വോളിയം ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കീവേഡ് എക്സാക്ട് മാച്ചിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു മാക്സിമൈസ് ക്ലിക്ക് ക്യാമ്പയിൻ റൺ ചെയ്യുന്നതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സ്ട്രാറ്റജി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് ഹൈ സെർച്ച് വോളിയം ഉണ്ട്, കോമ്പറ്റീറ്റേഴ്സ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈം സ്പോട്ട് കിട്ടും. 2-3 ആളുകളെ ഉള്ളൂ. ഇനി 4-5 ആണെങ്കിൽ പോലും അതിന് ഹൈ വോളിയം ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെയും നമുക്ക് എന്തിട്ട് പ്രൈം സ്പോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ കീവേഡ് നമുക്ക് സ്വാഭാവികമായിട്ട് ഹൈ പർച്ചേസ് ഇന്റന്റ് ആയതുകൊണ്ട് കിട്ടുന്ന ക്ലിക്കുകൾ എന്താണ്, കൺവേർട്ടഡ് ആവും ചെയ്യും, നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും ചെയ്യും. അപ്പൊ ഈ 3 കണ്ടീഷൻസ് ഒക്കെ ഉള്ള കേസ്, അത് ഹൈ എന്താ പറയുക ഡിമാൻഡ്, ലോ സപ്ലൈ. നമ്മളെ റിയൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഹൈ ഡിമാൻഡ് ആണ് ആ പ്രോഡക്റ്റിന്, പക്ഷെ സപ്ലൈ കുറവാണ്. ഇങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് എന്ത് വെച്ചാൽ നിങ്ങൾക്ക് മാക്സിമൈസ് ക്ലിക്ക് എന്ന് പറയുന്ന ബിഡിങ് സ്ട്രാറ്റജി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വളരെ നന്നായിട്ട് അത് വർക്ക് ചെയ്യും. ഇങ്ങനത്തെ സന്ദർഭങ്ങൾ നിങ്ങൾ ഇതാണ് യൂസ് ചെയ്യേണ്ടത്. പല ബിസിനസ്സിലും ഈ സന്ദർഭങ്ങൾ വരും. ചില പെർട്ടിക്കുലർ കീവേഡ് കോമ്പറ്റീറ്റേഴ്സ് കുറവായിരിക്കും യൂസ് ചെയ്യാൻ. ഒരുപക്ഷെ നിങ്ങൾ ഒരു ഡൈനാമിക് സെർച്ച് ക്യാമ്പയിൻ, DSA ക്യാമ്പയിൻ ഒക്കെ റൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബേസിക്കലി DSA ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഒരു കീവേഡ് മൈനിങ് ക്യാമ്പയിൻ ആണ്. അപ്പൊ നിങ്ങളെ ലാൻഡിംഗ് പേജിലുള്ള കണ്ടന്റിന് അനുസരിച്ചിട്ടാണ് അത് ബിഡ് ചെയ്യാം. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരുപാട് സെർച്ച് ടേം കാണാൻ പറ്റും. ചില സെർച്ച് ടേം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തേക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വോളിയൊക്കെ ഉള്ള ഹൈ പൊട്ടൻഷ്യൽ ഉള്ള കീവേഡ് ആണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുക, അത് എക്സാക്ട് മാച്ച് ആക്കി വെച്ചിട്ട് മാക്സിമൈസ് ക്ലിക്ക് ബിഡിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ലോഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ RLSA ക്യാമ്പയിൻ. RLSA എന്ന് പറഞ്ഞാൽ റിമാർക്കറ്റിംഗ് ലിസ്റ്റ് ഫോർ സെർച്ച് ആഡ്സ് എന്ന ടൈപ്പ് ഓഫ് ക്യാമ്പയിൻ ആണ്. അതിന് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് മാക്സിമൈസ് ക്ലിക്ക് യൂസ് ചെയ്യാം. കാരണം RLSA എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ അറിയുന്ന കസ്റ്റമറാണ്. അപ്പൊ അവർ ഓൾറെഡി എന്താണ് സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പ്രാവശ്യം അവർ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവർ ആഡ് കാണിക്കാം. അപ്പൊ അവിടെ കീവേഡ് പ്രശ്നമല്ല. അവിടെ ഓഡിയൻസ് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ അറിയുന്ന ആളുകളായതുകൊണ്ട് അവർ എന്ത് സെർച്ച് ചെയ്താലും നിങ്ങൾ ആഡ് കാണിക്കുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് മാക്സിമൈസ് ക്ലിക്ക് യൂസ് ചെയ്യാം. ബ്രോഡ് മാച്ച് കീവേഡ് നിങ്ങൾ RLSA നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, RLSA മാത്രം.
മറ്റുള്ള കേസുകൾ എക്സാക്ട് മാച്ചിന് യൂസ് ചെയ്യണം. അപ്പം ഇവിടെ ഇപ്പൊ 2 കേസ് ഞാൻ പറഞ്ഞു, ഒന്ന് RLSAയും പറഞ്ഞു, ഒന്ന് നമ്മുടെ ഒരു ഹൈ ഡിമാൻഡ് ലോ സപ്ലൈ ഉള്ള ഒരു കേസും പറഞ്ഞു. അപ്പൊ ഈ 2 കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, കീവേഡ് സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ രീതിയിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രോഡ് മാച്ച് വിത്ത് മാക്സിമൈസ് ക്ലിക്ക് കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യില്ല. കാരണം ബ്രോഡ് മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വളരെ ഒരു AI ഡ്രിവൺ മാച്ച് ടൈപ്പ് ആണ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ പ്രകാരം തന്നെ ഇറ്റ് ഷോസ് ടു എവറി കീവേഡ് റിലേറ്റഡ് കീവേഡ്സ്. നിങ്ങൾ കൊടുക്കുന്നതുമായിട്ട് ബന്ധമുണ്ട് എന്ന് ഗൂഗിൾ കരുതുന്ന എല്ലാ കീവേഡുകൾക്കും ആഡ് കാണിക്കും. അപ്പൊ അത് വളരെ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിക്കും ഇഫ് യു ചൂസ് മാക്സിമൈസ് ക്ലിക്ക്. കാരണം അതാണ് അതിന്റെ ഒരു പ്രോബ്ലം. അപ്പൊ നിങ്ങൾ കീവേഡ് സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാക്സിമൈസ് ക്ലിക്ക് ബിഡിങ് സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പം ഇതാണ് ബേസിക്കലി നിങ്ങൾ മാക്സിമൈസ് ക്ലിക്ക് എന്ന് പറയുന്ന ബിഡിങ് സ്ട്രാറ്റജി ഇതിന്റെ ഒരു സെനാരിയോ. ഇനി ഇതിൽ കൂടുതലായിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ സ്കെയിലബിലിറ്റിയാണ്. ഹൈ സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ലോ CPC ക്ലിക്ക് കണ്ടുപിടിച്ച് പോകുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മൾ അറിയാത്ത പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്തേക്ക് വരെ ഇത് എത്താൻ ഉള്ള ഇതുണ്ട്. പിന്നെ സ്കെയിലബിലിറ്റി, നമുക്ക് എത്ര ബഡ്ജറ്റ് കൂട്ടിയിട്ടാലും ക്ലിക്കുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു സ്കെയിലബിലിറ്റി ആണ്. പിന്നെ ക്വിക്ക് ലേണിംഗ് ആണ്, പെട്ടെന്ന് ഈ ബിഡിങ് സ്ട്രാറ്റജി പെട്ടെന്ന് ഇത് പഠിക്കും. ഇത് രണ്ടുമാണ് ഇതിന്റെ പ്രധാന അഡ്വാൻറ്റേജസ്. പിന്നെ അത് അഡ്വാൻറ്റേജസിൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇത് ബിയോണ്ട് ദ ക്ലിക്ക് കഴിഞ്ഞാൽ ഇത് കൺവേർട്ട് ആവുമോ എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഗൂഗിൾ തരുന്നില്ല. ഗൂഗിള് അതാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ്. അപ്പം ക്ലിക്ക് കഴിഞ്ഞാൽ എന്ത് എന്നുള്ള ചോദ്യത്തിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ല. നമുക്ക് ക്ലിക്കുകൾ കിട്ടും. അപ്പൊ ആ കിട്ടുന്ന ക്ലിക്കുകൾ കൺവേർട്ട് ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സാഹചര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തണം. ഇതാണ് ഇതിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്സ്. പിന്നെ ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത സെക്ഷൻസ് ഞാൻ അടുത്ത ബിഡിങ് സ്ട്രാറ്റജി കൂടുതൽ ഡീപ്പായിട്ടുള്ള സെക്ഷൻസിനെ കുറിച്ച് നമ്മൾ വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള കോൺടാക്റ്റുമായി നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഓൾ.